ഇന്ന് നമുക്ക് സ്കൂളിലേക്ക് ആവശ്യമായ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയാലോ. ആദ്യം തന്നെ ഞാൻ പേന് നമ്മുടെ ലീഫ്നർ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അത് നമ്മൾ ലീഫ്നർ ആദ്യം തന്നെ എടുക്കുക. എന്നിട്ട് ഒരു പേപ്പറിലേക്ക് നമ്മൾ എ4 പേപ്പർ ഉണ്ടാകും. അതിനകത്ത് നമ്മൾ മറ്റേ പെയിൻറ്റ് ഉണ്ടല്ലോ, ആ പെയിൻറ്റ് ഉപയോഗിച്ചിട്ട് കളറൊക്കെ ചെയ്തെടുക്കണം. ഞാൻ ഫസ്റ്റ് ഹാർട്ടാണ് ചെയ്യണത്. ഹാർട്ട് ചെയ്തിട്ട് അത് റെഡ് കളറിൽ നമ്മൾ പെയിൻറ്റ് ചെയ്യുക. എന്നിട്ട് അതിനകത്ത് ഞാൻ പെൻസിൽ വെച്ചിട്ട് ചെയ്തേക്കണം. എന്നിട്ട് നമ്മൾ റെഡ് കളർ വെച്ചിട്ട് പെയിൻറ്റ് ചെയ്തെടുത്തിട്ട് അതിനകത്തേക്ക് നമ്മൾ ലീഫ്നർ വെച്ച് ചെയ്തെടുക്കണം. പശ ഒട്ടിച്ചിട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് അതേപോലെ ഒട്ടിച്ചൊക്കെ എടുക്കണം. രണ്ട് സൈഡിൽ നമ്മൾ പശയൊക്കെ തേക്കുന്നുണ്ട്. ഇത് വേറെ രണ്ടാമത് നമ്മൾ രണ്ട് ലീഫ് നോർമൽ ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ചെയ്യണത് നമ്മൾ യെല്ലോ പെയിൻറ്റാണ് ഉപയോഗിച്ച് ചെയ്യണത്. ഇതുണ്ട് ലീഫിനർ നമ്മളിപ്പം രണ്ട് സൈഡിൽ തന്നെ പശ ഒട്ടിച്ചിട്ട് ഇതേപോലെ റോൾ ചെയ്തെടുക്കണം. പിന്നെ ഇതേപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് ബാക്കി തന്നെ പേപ്പർ ഉണ്ടാവില്ല, ഇപ്പം നമ്മൾ ചെയ്തതിൻ്റെ അത് വെച്ചിട്ടാണ് ഞാൻ മൂടി ഉണ്ടാക്കണത്, ടോപ്പ് ഉണ്ടാക്കണത്. അതും ഇതേപോലെ തന്നെ ഇതിൻ്റെ മേൽക്കോട്ടൊന്ന് റോൾ ചെയ്തെടുത്തതിനാൽ അതും സെറ്റായി കിട്ടും. ഇതിനകത്ത് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് നമ്മൾ റോൾ ചെയ്തെടുക്കണത്. പിന്നെ മറ്റു പേനയുടെ ഞാൻ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്, മറ്റ് ലീഫ് നോർമൽ ചെയ്യണത്. ഇതെന്താ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും ഒട്ടിച്ചു കൊടുക്കണം. അതേപോലെ തന്നെയാണ് ഇപ്പുറത്ത് ചെയ്തെടുത്തത്. പിന്നെ അടുത്ത സാധനം നമ്മളിത് അതിനൊരു കാർഡ്ബോർഡിനകത്ത് നമ്മളൊരു സർക്കിൾ കട്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്തൊരു നമ്മൾ പെൻസിലിൻ്റെ അളവിന് അതിനെ കട്ട് ചെയ്തെടുക്കണം. ഒരളവ് കൊടുത്തിട്ട് അത് രണ്ടും കൂടി കട്ട് ചെയ്തെടുക്കണം. രണ്ട് സർക്കിൾസ് വരച്ചിട്ട് അതിനകത്ത് രണ്ടെണ്ണം ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് രണ്ട് ഒട്ടിച്ചെടുക്കണം. പിന്നെ A4 പേപ്പർ ഒട്ടിച്ചെടുക്കണം. ഞാൻ ഇതെന്താ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പെൻസിലിൻ്റെ ഒക്കെ ഫ്രണ്ടിൽ വെക്കണ ടോപ്പാണ്. അതിനകത്ത് ഞാൻ രണ്ട് ഒട്ടിച്ചെടുത്ത ശേഷം A4 പേപ്പർ വെച്ച് കവർ രണ്ട് സൈഡിൽ കവർ ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇത് ബാക്കിൽ വെച്ച് ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അതിനാ കണ്ടോ, ഇതേപോലെയാണ്. A4 പേപ്പർ ഇതേപോലെ കട്ട് ചെയ്തെടുത്തല്ലേ, എന്ന് വെച്ചാൽ മടക്കിയെടുത്തല്ലേ, അതേപോലെ ഞാനിതെല്ലാം പീസുകളും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു കട്ടിയുള്ള കാർഡ്ബോർഡോ അല്ലെങ്കിൽ A4 പേപ്പർ എടുക്കാം. എന്നിട്ട് അതിനകത്ത് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കണം. പേപ്പർ നമ്മുടെ A4 പേപ്പർ നിങ്ങൾക്ക് പല രീതിയിലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. എനിക്ക് ഇത്ര അളവ് മതിയുണ്ട് ഞാൻ എന്തെങ്കിലും ചെയ്യണേ. ഇത് നോട്ട്ബുക്കാണ് ഞാൻ ചെയ്യണത്, നല്ല ക്യൂട്ടായിട്ട് നോട്ട്ബുക്ക്. എന്നിട്ട് ആ കാർഡ് പീസ് എന്ന് വെച്ചാൽ കട്ടിയുള്ള പേപ്പർ അതേപോലത്തെ അതിനകത്തേക്ക് ഞാൻ ഇത് പശ ഒട്ടിച്ച് കൊടുക്കണ്ട്. ഇത് നല്ല ക്യൂട്ടാണ് നമ്മുടെ ഈ നോട്ട്ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യും. പിന്നെ ഇതുപോലത്തെ ഒരു പേപ്പർ എടുക്കുക, അതിനകത്ത് രണ്ട് സ്ട്രോബെറി വെച്ചെടുക്കാം. പിന്നെ മേളിലൊക്കെ റെഡ് കളർ ഞാൻ ചെയ്യണ പോലെ കൊണ്ട് ചെയ്താൽ മതി. റെഡ് കളർ ഇതുപോലെ ചെയ്തെടുക്കാം. എന്നിട്ട് സ്ട്രോബെറിക്ക് കളറൊക്കെ ചെയ്ത് ക്യൂട്ടാക്കി എടുക്കണം. ഞാൻ ഇതേപോലെയൊക്കെയാണ് ചെയ്യണത്. പിന്നെ നമ്മൾ ഫ്രണ്ടിലൊക്കെ പെയിൻറ്റ് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഈ ബുക്ക് എടുത്തിട്ട് നമ്മുടെ ഫ്രണ്ടിൽ നമ്മൾ പിങ്ക് ലൈറ്റ് പിങ്ക് ഉണ്ടല്ലോ, കടും പിങ്ക്, അത് നമ്മൾ അതിനകത്ത് ഫുൾ ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പുറത്തെ സൈഡും ഫ്രണ്ട് ഭാഗവും എല്ലാ സൈഡും ഞാൻ കളർ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ലൈറ്റ് പിങ്ക് ഉണ്ടല്ലോ, ഞാൻ ലൈറ്റ് പിങ്ക് ഒരു കടും പിങ്കും മിക്സ് ചെയ്തിട്ടാണ് അടിക്കുന്നത്. ഫസ്റ്റത്തേൽ എനിക്ക് അധികം ലൈറ്റ് ആയിട്ട് തോന്നിയില്ല, അവിടെ ഞാൻ കുറച്ചും കൂടി ലൈറ്റിങ് ചെയ്തിട്ടാണ് ഞാൻ കളർ ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ഇതിനകത്ത് ചെയ്യുമ്പോൾ ഒരു അതിൻ്റെ പ്രൊവിഷൻ ഉണ്ടാവണമല്ലോ, കളർ ഉണ്ടാവണമല്ലോ, അതിന് വേണ്ടി ഞാനിപ്പോൾ ഇതേപോലെ ചെയ്തിട്ടുണ്ട്. പിന്നെ ആ നമ്മൾ ചെയ്തെടുത്ത പേപ്പർ ഉണ്ടല്ലോ, അതുകൊണ്ട് ഒട്ടിച്ചെടുക്കുമ്പോൾ നല്ല രസത്തിലേക്കാണ്, ക്യൂട്ടല്ലേ. പിന്നെ അടുത്ത സാധനമാണ് നമ്മുടെ ഒരു ടു ഡു ലിസ്റ്റ് എന്നൊക്കെ പറയാമല്ലേ, ലിസ്റ്റാണ്. ബുക്കല്ല, ഒരു പേപ്പർ എന്ന് പറയും, അതേപോലത്തെ ഒരു പേപ്പറാണ്. അപ്പോൾ അതിന് ഞാൻ ഇതിൻ്റെ ഡിസൈനൊക്കെ ചെയ്തെടുക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ കണ്ട് എനിക്ക് മനസ്സിലാവും. എന്നിട്ട് ഞാൻ എല്ലാം കളറൊക്കെ വെച്ച് സെറ്റാക്കി എടുക്കുന്നുണ്ട്. ഇതേപോലെ എല്ലാ എണ്ണം ചെയ്ത് നമ്മൾ എടുക്കണം കേട്ടോ. പിന്നെ ഞാൻ എല്ലാം അങ്ങനെ ചെയ്തതാണിത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് എല്ലാം ചെയ്യാം.